ദ്വാപരയുഗത്തിന്റെ അന്ത്യകാലഘട്ടത്തിനോടടുത്ത് ഭഗവാൻ പാൽക്കടൽ വാസൻ വസുദേവാത്മജനായി ശ്രീകൃഷ്ണ നാമധേയത്തിൽ അമ്പാടിയിൽ യശോദ എന്ന ഗോപ വനിതയുടെ വളർത്തുപുത്രനായി വളരും. അന്ന് ശിശുരൂപത്തിൽ ഭഗവാൻ നിങ്ങളെ മറിച്ചിട്ട് ശാപമോക്ഷമരുളും. അതുവരെ നിങ്ങൾ അമ്പാടിയിൽ മരുതുമരങ്ങളായി നിലകൊള്ളുക. ഇപ്രകാരം അനുഗ്രഹിച്ച് വീണാധരൻ വിഹായസിൽ മറഞ്ഞു. ശാപഗ്രസ്തരായി തീർന്ന യക്ഷന്മാർ താമസം വിന മരുതുമരങ്ങളായി അമ്പാടിയിൽ വളരാൻ തുടങ്ങി. അനവധി കാലം കൊണ്ട് അവ രണ്ടും പെരുമരങ്ങളായി രൂപം പ്രാപിച്ചു. രണ്ടു വൃക്ഷങ്ങളും ഒരാൾക്ക് ഇടയിൽ കൂടി കടന്നു പോകാൻ പാടില്ലാത്ത വിധം അത്രയ്ക്ക് അടുത്തടുത്താണ് നിന്നിരുന്നത്. നന്ദഗോപാദികൾ അവിടെ താമസിക്കാൻ വരുന്നതിന് വളരെ വളരെ ശതവർഷങ്ങൾക്കപ്പുറം മുതൽ ആ മാമരങ്ങൾ അവിടെ നിൽക്കാൻ തുടങ്ങിയിരുന്നു. ഉരലും വലിച്ചുകൊണ്ട് പതുക്കെ പതുക്കെ നടക്കുന്ന സർവജ്ഞനായ ഉണ്ണിക്കണ്ണൻ ആ ഭൂരൂഹങ്ങളുടെ ശാപരഹസ്യം മനസ്സിലാക്കി. ഇനി അവർക്ക് ശാപമോചനം നൽകേണ്ട അവസരം ആസന്നമായിരിക്കുന്നു എന്നു തിരുവുള്ളത്തിൽ നനച്ചു. മന്ദം മന്ദം മരതകവർണ്ണൻ ഉരലും വലിച്ചുകൊണ്ട് ആ മരുതുമരങ്ങളുടെ ഇടയിൽ കൂടി അപ്പുറത്തേക്ക് ഞെങ്ങി ഞെരുങ്ങി കടന്നു. ഉരലിന് കടക്കാനുള്ള ഇടം ഇല്ലാതിരുന്നതിനാൽ അത് ഇപ്പുറത്തു വിലങ്ങനെ പരിബദ്ധമായും നിന്നു. കൃഷ്ണൻ അതു വകവയ്ക്കാതെ ഉദരബദ്ധമായ ധാമം പൊട്ടാത്ത വിധം മുമ്പോട്ട് അതിശക്തിയോടെ വലിച്ചു. ഉലൂഖലം തടഞ്ഞുണ്ടായ ഊർജത്താൽ ആ അർജുന മരങ്ങൾ രണ്ടും വേരുകൾ പറിഞ്ഞ് അത്യുഗ്ര ശബ്ദത്തോടെ ഇരുഭാഗങ്ങളിലേക്കും മറിഞ്ഞു നിലം പതിച്ചു. തൽക്ഷണം ആ തരുക്കളുടെ മൂട്ടിൽ നിന്നും വൈശ്രവണപുത്രന്മാരായ നളകോപര മണിഗ്രീവന്മാർ പ്രത്യക്ഷപ്പെട്ട് ബാലഗോപാല വേഷധാരിയായ കൃഷ്ണന്റെ തിരുമുമ്പിൽ വന്ന് സാഷ്ടാംഗം നമസ്കരിച്ചു. പലവട്ടം പ്രദക്ഷിണങ്ങളും ചെയ്ത് ആ ശ്യാമള കോമളനെ വാഴ്ത്തി സ്തുതിച്ചു.